രാത്രി മഴ പെയ്തു. രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഒരു നാട് മുഴുവനും കാണാതായിരിക്കുന്നു. ഇന്നലെ വരെ കുട്ടികൾ കളിച്ചും ചിരിച്ചും നടന്നുകൊണ്ടിരുന്ന കളിമുറ്റം ഇന്ന് മണ്ണിനടിയിലാണ്. ഇന്നലെ വരെ വാങ്കുവിളികൾ ഉയർന്നുകൊണ്ടിരുന്ന പള്ളിയുടെ മിനാരം ഇന്ന് ചളിക്കൂമ്പാരത്തിനടിയിലാണ്. ഇത് വെറും ഒരു സാങ്കല്പിക കഥയല്ല, മറിച്ച് നമ്മുടെ കേരളം സ്വന്തം കണ്ണുകളാൽ കണ്ട യാഥാർത്ഥ്യമാണ്. നാം ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് പ്രകൃതി ഇത്രയും ശക്തമായി മുന്നറിയിപ്പ് തരുന്നത്? പ്രളയങ്ങൾ, ഉരുൾപൊട്ടലുകൾ, ചുഴലിക്കാറ്റുകൾ, കാട്ടുതീകൾ, വരൾച്ച, അതിതീവ്രമായ മഴ, ഇവയൊക്കെ വെറും ഒരു വാർത്തകളല്ല, മറിച്ച് മനുഷ്യരാശിക്കുള്ള വലിയൊരു സന്ദേശമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ സൂറത്തു റൂമിലൂടെ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്. ജനങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി കരയിലും കടലിലും നാശം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ആയത്ത് നമ്മോടൊരു സത്യം വിളിച്ചു പറയുന്നുണ്ട്. പ്രകൃതിയിലെ എല്ലാ മാറ്റങ്ങളും അത് ജനങ്ങൾ സൃഷ്ടിക്കുന്നതല്ല. പിന്നെയോ ജനങ്ങളുടെ പല പ്രവർത്തനങ്ങളും അത് പല ദുരന്തങ്ങളുടെയും ആഘാതം വർദ്ധിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ആയത്തിലൂടെ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വമാ അസ്വാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കതീർ. നിങ്ങൾക്ക് ബാധിക്കുന്ന ദുരന്തങ്ങളിൽ പലതും അത് നിങ്ങളുടെ കൈകൾ ചെയ്തതിന്റെ ഫലമാണ്. എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം പുറത്തു തരുന്നു, പലതും പുറത്തു തരുന്നു. ഓരോ പ്രളയവും, ഓരോ ഭൂകമ്പവും, ഓരോ ദുരന്തവും അത് ഒരു മനുഷ്യൻ ചെയ്ത പാപത്തിനുള്ള ശിക്ഷയാണ് എന്നല്ല, അങ്ങനെ ഇസ്ലാം പഠിപ്പിക്കുന്നുമില്ല. പിന്നെയോ മനുഷ്യരുടെ തെറ്റായ ഇടപെടലുകൾ അത് പ്രകൃതിയുടെ സന്തുലനാവസ്ഥ തകർക്കുമ്പോൾ അതിന്റെ ഫലം എല്ലാവരും അനുഭവിക്കേണ്ടി വരും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്,